കണ്ണൂരിലേക്ക് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ വെളിപ്പെടുത്തിയ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന് എതിരെ പാർട്ടി നടപടി ഇന്നുണ്ടാകാൻ സാധ്യത വളരെ കൂടുതൽ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത. ഇന്ന് ചേരുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടപടി തീരുമാനിക്കും. ആരോപണ വിധേയനായ വയ്യന്നൂർ MLA TA മധുസൂദന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും പ്രതിഷേധം തുടരുന്നു. ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ 18 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ ഇന്നത്തെ യോഗത്തെക്കുറിച്ചും ഈ പ്രതിഷേധത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. അതേപോലെ ഈ പാർട്ടി പ്രതിരോധത്തിലായ സംഭവമാണിത്. ഇതിനെക്കുറിച്ച് പറയാൻ ഷെവീദ് റാവുത്തറും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. അജീഷ് ജയകുമാർ ആദ്യം സംസാരിക്കുക. അജീഷ്, ശരിക്കും ഈ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിടില്ലെന്നും പാർട്ടി അഥവാ പുറത്താക്കിയാലും അദ്ദേഹത്തിൻ്റെ പാർട്ടി ലോയൽറ്റി കുറയില്ലെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ ചേരാൻ കൊള്ളാവുന്ന ഏക പാർട്ടി CPM ആണെന്ന് അദ്ദേഹം നമ്മുടെ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്, പറയൂ അജീഷ്. ഗുഡ് മോർണിംഗ് SK. എന്തായാലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വെളിപ്പെടുത്തൽ നടത്തിയ നിമിഷം തന്നെ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു പാർട്ടി നടപടി ഉണ്ടാകുമെന്നുള്ളത്. അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അത് നിർണായകമാണ്. ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള അച്ചടക്ക നടപടി അതിനെക്കുറിച്ച് തീരുമാനമുണ്ടാകും. അതിനുശേഷം നാളെ ജില്ലാ കമ്മിറ്റി യോഗവും ഉണ്ടാകും. എന്തായാലും സംസ്ഥാന കമ്മിറ്റിയെ അറിയിച്ചതിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാകുക. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാകും പാർട്ടി എത്തുക. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ KK രാഗേഷ് അടക്കമുള്ളവർ തലസ്ഥാനത്തായിരുന്നു. ഇന്ന് തിരിച്ചെത്തിയതിന് ശേഷമായിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുക. അതിനുശേഷമായിരിക്കും വി കുഞ്ഞികൃഷ്ണനെതിരെയുള്ള ആരോപണം അത് ചർച്ച ചെയ്യുക, അദ്ദേഹത്തിനെതിരെയുള്ള നടപടിയെടുക്കുക. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉൾപ്പെടെ 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, 2016 അന്തരിച്ച ധൻരാജ് രക്തസാക്ഷി അതിനു വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് അതിൽ വെട്ടിപ്പ് നടത്തി എന്നുള്ള ആരോപണം. കൂടാതെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്ന് MLA ആയി മത്സരിച്ച TA മധുസൂദനൻ ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി പിരിവ് നടത്തിയതിൻ്റെ പേരിലുള്ള തട്ടിപ്പ്. കൂടാതെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമക്കേട്. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. അന്ന് തന്നെ പാർട്ടിയിൽ ഇക്കാര്യം അറിയിച്ചെങ്കിലും പാർട്ടി അന്വേഷണ കമ്മീഷനെ വച്ചിരുന്നു. അന്ന് TV രാജേഷും PV ഗോപിനാഥുമായിരുന്നു അന്വേഷണ കമ്മീഷനായി നിയോഗിക്കപ്പെട്ടത്. അവർ അന്വേഷിച്ചെങ്കിലും തെളിവുകൾ ഇവർക്ക് കൈമാറിയെങ്കിലും വേണ്ട ഉചിതമായിട്ടുള്ള നടപടിയെടുക്കാതെ വരവ് ചെലവ് കണക്കുകൾ അത് കൃത്യസമയം കൊടുത്തില്ല എന്നുള്ളൊരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് ചിലരെ താക്കീത് ചെയ്യുകയും ചിലരെ തരം താഴ്ത്തുകയും മാത്രം ചെയ്ത നടപടി ഒതുക്കുകയുമാണ് ചെയ്തതെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചത്. വി കുഞ്ഞികൃഷ്ണൻ അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഇത് പിന്നീട് പല ഘട്ടങ്ങളിൽ പാർട്ടി കമ്മിറ്റികളിൽ ഉന്നയിച്ചെങ്കിൽ പോലും വേണ്ട രീതിയിൽ പാർട്ടി ഇത് പരിഗണിച്ചില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഇത് തുറന്നു പറയേണ്ടി വന്നത് എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികൾ എന്ന് പറയുമ്പോൾ ഏറെ വൈകാരികമായിട്ട് അവർ കാണുന്ന ഒരു സംഭവമാണ്. കണ്ണൂരിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള ഒരു ജില്ലയാണ്. സ്വാഭാവികമായിട്ടും രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ തന്നെ കുഞ്ഞികൃഷ്ണനെ തള്ളിക്കൊണ്ടാണ് രംഗത്ത് വന്നത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ കമ്മീഷൻ അന്വേഷിച്ചതാണ്. യാതൊരുവിധ ക്രമക്കേട് നടന്നിട്ടില്ല. പാർട്ടി ഫണ്ടിൽ ₹1 പോലും കുറവ് വന്നിട്ടില്ല. കുഞ്ഞികൃഷ്ണൻ വിഭാഗീയതയുടെ ഭാഗമായിട്ട് നിന്ന് ചില പ്രതിപക്ഷ അംഗങ്ങളുടെ കോടാലിയായി മാറിയാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയെന്നാണ് ഈ പാർട്ടിയുടെ വിശദീകരണം. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്ത് ഷെവീദ് റാവുത്തർ കൂടി ചേരുകയാണ്. പാർട്ടി വല്ലാത്ത പ്രതിരോധത്തിലായി. ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്ന് കൂടി നമുക്ക് അറിയണം. ഷെവീദ്, ഗുഡ് മോർണിംഗ്, പറയൂ ഷെവീദ്. വി കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം CPM-നെ സംബന്ധിച്ച് ചെറിയ തലവേദനയല്ല ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. പാർട്ടിക്കകത്ത് പലതരത്തിൽ ഈ പരസ്യ പ്രസ്താവനകൾ പറഞ്ഞ് പാർട്ടിയെ പുലിവാല് പിടിപ്പിക്കുന്ന സമയം അല്ലെങ്കിൽ ആ രീതി അതുണ്ട്. ആ സമയത്തു കൂടിയാണ് വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ വരുന്നത്. ഈ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ ഇന്നലെ CPM പൂർണ്ണമായും തള്ളുന്നത് നമ്മൾ കണ്ടു. പാർട്ടിയെ തകർക്കാനാണ് നീക്കമെന്നും താൻ ഒഴികെ മറ്റെല്ലാവരും കള്ളന്മാരെന്ന് സ്ഥാപിക്കാനാണ് കുഞ്ഞികൃഷ്ണ ശ്രമമെന്നുമാണ് MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത്. നമ്മൾ KK രാഗേഷിന്റെ അടക്കം പ്രതികരണം ഇന്നലെ കാണുകയും ചെയ്തു. ഏതായാലും ആ സമീപനം അത് ഇനി വി കുഞ്ഞികൃഷ്ണൻ എത്ര പറഞ്ഞാലും പാർട്ടിയെ തിരുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നെങ്കിൽ കൂടി അത് പാർട്ടി എടുക്കുന്നത് പാർട്ടിക്കകത്ത് നിന്നുള്ള ഒരു അച്ചടക്ക ലംഘനം എന്ന രീതിയിൽ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകും. നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആ കാര്യം തീരുമാനിക്കും. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത. മേൽ കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി നടപടി പ്രഖ്യാപിക്കാനാണ് നിലവിൽ ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ വളരെ വിശദമായ ചർച്ച
ചർച്ച അക്കാര്യത്തിൽ നടക്കും. മാത്രവുമല്ല സമാന മനസ്ഥിതിയുള്ള മറ്റേതെങ്കിലും നേതാക്കൾ പാർട്ടിക്കകത്തുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക കൂടി CPM ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും പറയാം, CPM-നെ സംബന്ധിച്ച് വി കുഞ്ഞികൃഷ്ണൻ ഉണ്ടാക്കിയത് ചെറിയ തലവേദനയല്ല. പാർട്ടിയുടെ വൈകാരിക സംഭവങ്ങളെ അദ്ദേഹം പൊതുജന മധ്യത്തിൽ അതിനെ വിമർശിക്കാൻ ഇട്ടുകൊടുത്തു എന്നൊക്കെയുള്ള വിലയിരുത്തൽ അത് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.